നമ്മളെ കേരളത്തിലെ ഏറ്റവും വലിയ യൂസർ ബൈക്ക് ഷോറൂം ആയിട്ടുള്ള പ്രിയദർശിനി മോട്ടോർ പാലസിലാണുള്ളത്. ഷോറൂമിന്റെ ഓണർ ഷാനുക്കിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഓഫേഴ്സ് എന്തൊക്കെയാണ് നിലവിൽ കൊടുക്കുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടാണ് നമ്മൾ വീഡിയോ തുടങ്ങാൻ പോകുന്നത്. അത് തന്നെ ഷാനുക്ക, നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ? അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോൾ ഇത്തവണ ഓഫേഴ്സിനും കുറവൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു കുറവില്ല. എന്തൊക്കെയാണ് ഇപ്പോൾ ഓഫേഴ്സ് ആയിട്ട് കൊടുക്കുക? ഓഫേഴ്സ് നമ്മൾ പഴയത് കൊടുക്കാറുണ്ടല്ലോ, ഫുൾ ടാങ്ക് ഫ്യൂൽ കൊടുക്കാറുണ്ട്. അതിപ്പോ ഏത് ടാങ്ക് കപ്പാസിറ്റി എത്ര ഉണ്ടെങ്കിലും ഫുള്ള് എന്ന് പറഞ്ഞാൽ കവിഞ്ഞിട്ട് നിറഞ്ഞൊഴുകിയിട്ട് പിന്നെ 2 ഹെൽമെറ്റ്, നല്ല ബ്രാൻഡഡ് ഹെൽമെറ്റ് തന്നെ. സ്റ്റീൽ ബേർഡിന്റെ പല ബ്രാൻഡേഴ്സ് ഉണ്ട്. മറ്റേ നോർമലൊക്കെ ഇരുന്ന് കൊടുത്തിരുന്നത് ഫുള്ള്, ഹാഫ്, പിന്നെ എയർ സർക്കുലേഷൻ വരുന്നത്, പിന്നെ അങ്ങനെ പൊക്കണത്, സ്റ്റിഫ് ടൈപ്പ്, എല്ലാ ടൈപ്പും ഉണ്ട്. കസ്റ്റമറിന് ഏതാണോ വേണ്ടത് ഒരു 6-7 ടൈപ്പ് ഉണ്ട്. അതിന്റെ കളർ ചേഞ്ചസ് ഉണ്ട്. അത് ഏതാ വേണ്ടത് അത് അവർക്ക് എടുക്കാം. 2 ഹെൽമെറ്റ് ഷോറൂം വേറെ എവിടെ ഉണ്ടാവില്ല. അതൊരു സ്കൂട്ടർ ആണെങ്കിൽ പോലും, ചെറു വണ്ടി ഇപ്പൊ 30 രൂപയുടെ സ്കൂട്ടർ ആണെങ്കിലും ഇവിടുന്ന് ഹെൽമെറ്റ് തരാം. ചോദിച്ചാൽ മതി. സെയിൽ കഴിഞ്ഞിട്ട് യൂട്യൂബ് കഴിഞ്ഞിട്ട് വന്നാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് വരുമ്പോൾ തന്നെ പറഞ്ഞാൽ മതി. യൂട്യൂബുള്ള കസ്റ്റമേഴ്സിനാണ് അത് കൊടുക്കാറ്. ചാനൽ കണ്ട് വരുന്നവർക്ക് അത് പ്രത്യേകം പറയണം. അപ്പോൾ ഫുൾ ടാങ്ക് ഫ്യൂവല്, 2 ഹെൽമെറ്റ്, 6 മാസത്തെ എഞ്ചിൻ വാറണ്ടി 6 മാസത്തെ. പിന്നെ കൊണ്ടുപോയിട്ട് പെട്ടെന്നുള്ള എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഓടി വരാം, വിളിച്ചിട്ട് വരാം, അപ്പം തന്നെ ചെയ്തു തരാം. ഫുൾ സർവീസ് ഫ്രീ ആണ്, വാഷിംഗ് ഉൾപ്പെടെ എല്ലാം. അതായത് ഓണറാണ് പറയണത്, എല്ലാ കാര്യങ്ങളും അത്രയും ഉറപ്പോട് കൂടിയിട്ടാണ്. ഒരു നയാ പൈസ നിങ്ങൾ അടുത്ത കാലത്ത് ചെലവാക്കണ്ട. ഫുൾ സർവീസ് ഫ്രീ ആണ്. പെട്ടെന്നുള്ള ബുദ്ധിമുട്ടുകൾ, എഞ്ചിന് മാത്രം 6 മാസം ഫുൾ വാറണ്ടി ഉള്ളൂ. മറ്റേതിപ്പോൾ 1, 2, 4 ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബ്രേക്കിന്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു കുഴപ്പങ്ങളും ഇല്ല. കസ്റ്റമർക്ക് തീർച്ചയായിട്ടും വന്നിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എന്ത് പോരായ്മയുണ്ടോ അവർക്ക് പറയാം. അതിൻ്റെതായ പാറ്റേണിൽ നമ്മൾ ചെയ്തു തരും. ചിലപ്പോൾ ഒരു കംപ്ലൈന്റ് എന്ന് പറയാൻ കൊണ്ടുപോയിട്ടായിരിക്കാം വരാം. കാരണം ഇപ്പോൾ ഉള്ള സാധനമല്ല, എന്തെങ്കിലുമൊക്കെ വരാം. ചിലപ്പോൾ ഒരു കേബിൾ ടൈറ്റ് തോന്നാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബൾബ് പോലും പോകും. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങൾ. പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം. പിന്നെ ഒരു ബൾബ് മാറാൻ 10 രൂപയ്ക്ക് ആരും വരാറില്ല. ഞാൻ പറഞ്ഞെന്നുള്ള പറയുമ്പോൾ എല്ലാം പറയണത് അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഉള്ളതെന്ന് സാരം. ഈ ഒരു ഓണറിന്റെ പ്രത്യേകത ഒരു വണ്ടിപ്രാന്തനാണ്. എന്തെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടാണ് വണ്ടി കസ്റ്റമറിന്റെ കയ്യിൽ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഫ്രീ നെയിം ട്രാൻസ്ഫർ, പേരുമാറല് കാര്യങ്ങൾ, പുക ടെസ്റ്റ്, സ്പെയർ കീ, ഏതെങ്കിലും വണ്ടിക്ക് നോക്കിക്കോ ഫുള്ള് സെക്കൻഡ് ചാവി അടക്കം ഉണ്ടാവും. എല്ലാ വണ്ടിക്കും, ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും സിംഗിൾ ഓണറാണ്. ലോ കിലോമീറ്റർ ആണ്. ലോ കിലോമീറ്റർ എന്ന് വെച്ചാൽ ഏകദേശം 10 ഓടിയുണ്ട്, 15 ഓടിയുണ്ട്, 20 ഓടിയുണ്ട്, 25, ഒരു 30,000 താഴെ. മിക്ക വണ്ടി ഒരു 25-30. ഓവർ യൂസേജ്, റഫ് യൂസേജ് വണ്ടി ഒന്നും തന്നെ ഇല്ല. നല്ല പെടപ്പം വണ്ടികൾ മാത്രം, സൂപ്പർ ക്വാളിറ്റി. എല്ലാം ഞങ്ങൾ പോളിഷ് അടക്കം, ഇതിപ്പോൾ പോളിഷ് ചെയ്തിട്ടില്ല വണ്ടികൾ. ഒരു തമ്മ എല്ലാം ഡീസൽ സർവീസ് ചെയ്ത് അതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം കഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇനി കൊണ്ടുപോകുന്നതിന് മുന്നായിട്ട് വാക്സിൻ്റെ 3M റബ്ബിങ്ങും വാക്സും മെറ്റൽ കോമ്പൗണ്ട് ഇട്ടിട്ട് ഫുൾ പോളിഷ് ചെയ്തിട്ടാണ് വണ്ടി തരുള്ളൂ. കച്ചവടം ഏകദേശം 16 വർഷം കഴിഞ്ഞു. വണ്ടി അതേപോലെ ക്വാളിറ്റി ആയിരിക്കും. വേറെ ആക്സിഡൻഷ്യറി, റീപ്ലേസ്മെന്റ്, ഫ്ലഡ് എഫക്റ്റ്, ഒരു തല്ലിക്കൂട്ട് പരിപാടികളും ഇല്ല. മാറ്റേണ്ട സാധനമാണെങ്കിൽ മാറ്റും. അതും ഇടേണ്ട, ഇപ്പോൾ ക്ലച്ച് കേബിൾ ആവട്ടെ എന്താവട്ടെ, അതിൻ്റെ ഈവൻ ബ്രേക്ക് ഷൂ അടക്കം ഇടുണ്ടെങ്കിൽ അത് ഒറിജിനൽ ഇട്ടിട്ടേ ചെയ്യുള്ളൂ. ഒരു തട്ടിക്കൂട്ട് പരിപാടിയില്ല. വണ്ടി അതേ ടോപ്പ് ക്വാളിറ്റി ഇരിക്കും. പിന്നെ വില മാത്രം കമ്പയർ ചെയ്തിട്ട് വരരുത്. വില ആണ് ഉദ്ദേശമെങ്കിൽ നിങ്ങളുടെ താല്പര്യം. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണോ 5,000 രൂപ 6,000 രൂപ കൂടിക്കോട്ടെ, ബെസ്റ്റ് വണ്ടികളായിരിക്കും. അതാണ് യൂട്യൂബിൽ പ്രത്യേകം എടുത്ത് പറയാനുള്ളത്. ക്വാളിറ്റി വണ്ടികൾ നല്ല രീതിക്ക് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം. വില കുറച്ച് മാത്രമാണ് ഉദ്ദേശിക്കുകയെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് നോക്കിയിട്ട് OLXലോ മറ്റ് പ്ലാറ്റ്ഫോംസിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും മേടിക്കാം. നല്ല വണ്ടികൾ വേണമെങ്കിൽ അതേതായ വിശ്വാസത്തിലും ബ്രാൻഡഡിലും വേണമെങ്കിൽ പ്രിയദർശിനിക്ക് പോകുന്ന ധൈര്യമായിട്ട് ഇവിടെ തരാം. ലോൺ ഫെസിലിറ്റി ഉണ്ട്, ഓൾ കേരള ലോൺ ഫെസിലിറ്റി ഉണ്ട്. ലോണിൻ്റെ ഫെസിലിറ്റികൾ പല മേഖലകൾ, പല റീജിയനിലും ബാങ്കുകൾ പല വ്യവസ്ഥകളിലാണ് ചെയ്യണത്. പല ബാങ്കുകളുണ്ട്. ഞാനല്ല ഫിനാൻസ്, പ്രത്യേകം യൂട്യൂബ് കണ്ടിട്ടാണ് വരുന്നതാണ്. നിങ്ങൾ ആ ഡൗൺ പേയ്മെൻറ്റ് തരണം, ഈ ഡൗൺ പേയ്മെൻറ്റ് തരണം എന്നൊക്കെ പറയും. ആഗ്രഹമുണ്ട്, സാധിക്കുമെങ്കിൽ എല്ലാം ചെയ്തു തരും. നിങ്ങളുടെ ആഗ്രഹത്തിന് എനിക്ക് ചെയ്തു തരാൻ പറ്റും. വണ്ടിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആൾട്രേഷൻ മീൻസ് ഹാൻഡിൽ ഷോർട്ട് ഹാൻഡിൽ വേണോ, ബാർ കാറഷ് ഗാർഡ് വേണോ, ബട്ടർഫ്ലൈ വേണോ, അല്ലെങ്കിൽ സൈലൻസ് റീ പാറ്റേൺ വേണോ, സീറ്റ് വലുത് വേണോ, വണ്ടിയുടെ കാര്യങ്ങൾ എല്ലാം എന്നോട് പറഞ്ഞോ, അത് ഞാൻ ചെയ്തു തരും. നിങ്ങളുടെ ആഗ്രഹത്തിന് എത്ര സമയം പിടിച്ചാലും ചെയ്തു തരും. എങ്ങനെ വേണമെങ്കിലും ചെയ്തു തരും. ഹെഡ്ലൈറ്റ് ഇങ്ങനെ റൗണ്ട് വേണോ, തൊപ്പി ടൈപ്പ് വേണോ, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ. അതായത് നിയമത്തിനെതിരായിട്ടല്ല, കറക്റ്റ് പാറ്റേണിൽ ആഗ്രഹത്തിന്. സീറ്റൊക്കെ വേണമെങ്കിൽ RX പല ക്വാളിറ്റികളുണ്ടോ, പല റിങ്ങുകൾ, എന്ത് വേണമെങ്കിലും. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ റെക്സിന് അടിച്ച ടൈപ്പ്, അതൊക്കെ നിങ്ങളെ താല്പര്യം. ടയർ മാറ്റിയിട്ട് തരാൻ പറഞ്ഞാലും ടയർ അടക്കം മാറ്റിയിട്ട് തരും. ഏതിപ്പോൾ MRF വേണ്ട, C8 വേണമെങ്കിൽ അത് ഇട്ടുതരാം. അതൊക്കെ എന്നോട് പറയും. ഫിനാൻസിൻ്റെ കാര്യങ്ങൾ അത് ബാങ്ക് നിങ്ങളുടെ
പ്രൊഫൈൽ എന്താണ് നിങ്ങളുടെ പ്രൊഫൈൽ? സിബിൽ ഓക്കെ ആണുള്ളവർക്ക്, ഏവറേജ് പ്രൊഫൈൽ ഉള്ളവർക്ക്, ഹൈ പ്രൊഫൈൽ ഉള്ളവർക്ക് അതിൻ്റെ ഡൗൺ പേയ്മെൻ്റ് ഒക്കെ ഓരോന്നും സെഗ്മെൻറ്റ് വ്യത്യാസം ഉണ്ടാവും. ബുള്ളറ്റ് 30 ചെയ്യാൻ പറ്റണതുണ്ടാവും, 35 ചെയ്യാൻ പറ്റുന്നുണ്ടാവും, 60 ചെയ്യണ വണ്ടികളുണ്ടാവും. ചിലപ്പോൾ നല്ല പ്രൊഫൈലുള്ള നല്ല കസ്റ്റമർ ആണെങ്കിൽ 25 ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ ഏകദേശം ഒരു 50 രൂപ അടയ്ക്കുകയാണെങ്കിൽ ഒരു 4000 രൂപയുടെ അടവ് വരുള്ളൂ. എല്ലാവർക്കും അഫോർഡബിൾ ആവും. മാസം 4000. എത്ര വർഷം ഉണ്ടാവും? അത് 3 വർഷം. 3 വർഷം. അത് കസ്റ്റമർ പാറ്റേൺ അനുസരിച്ച് 4 വർഷം വരെ ഉണ്ട്, 3.5 കൊല്ലം ഉണ്ട്, 1 കൊല്ലം മതി. പരമാവധി കാലാവധി കുറച്ചിടാം. അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റ് കുറഞ്ഞു കിട്ടും. ഇനിയിപ്പോ 6 മാസം ഇട്ടാലും, അതായത് ഇപ്പൊ 3 വർഷം ഇട്ടാലും ഇപ്പൊ 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. എപ്പോഴും ക്ലോസ് ചെയ്യാം. അതുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ളൂ. അതിനനുസരിച്ചുള്ള ബാങ്കുകളുണ്ട്. സിബിൽ ഓക്കെ അല്ലാത്തവർക്കുള്ള ബാങ്ക് ഉണ്ട്. ഇതിപ്പോ നമുക്ക് ഓൾ കേരള 14 ജില്ല. 14 ജില്ല. ഇപ്പൊ സിബിൽ ഓക്കെ അല്ലെങ്കിലും ഈ വണ്ടി ചെയ്യാൻ തരാം. അത് വേറെ ബാങ്കിന്. അപ്പൊ ഈ പറഞ്ഞ 30 ചെയ്യാൻ പറ്റില്ല, 50,000 രൂപ അടക്കേണ്ടി വരും. ഒരു എക്സാമ്പിളാ പറയണത്. പിന്നെ സ്പോർട്ട് ലോണിനൊക്കെ സ്പോർട്ട് ലോണിന് അതിന് 1/2 മണിക്കൂർ മതി. ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, പാൻ കാർഡ് ഉണ്ടെങ്കിൽ അത്, ഒരു ഫോട്ടോ. ഈ വണ്ടിക്ക് ഒരു 60,000 രൂപ അടക്കേണ്ടി വരും. 60,000 രൂപ സ്പോർട്ട് വേണമെങ്കിൽ. ഇതിപ്പോ 1,90,000 രൂപയുടെ വണ്ടിയാണെങ്കിൽ 60,000 രൂപ അടച്ചാൽ 1.30 ലോൺ ചെയ്യാം. അത് സ്പോട്ട്. വേറെ വെരിഫിക്കേഷൻ ഇല്ല, ചെക്ക് ലീഫ് ഇല്ല, ഗ്യാരണ്ടർ വേണ്ട, ഒന്നും വേണ്ട. ആധാർ കാർഡിന് ഡീറ്റെയിൽസ് ആയിട്ട് വരാം. OTP 2-3 OTP എടുക്കണം. ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് അവരെ ആപ്പ് വഴി എടുത്തോളും. അത് എടുത്തു കഴിഞ്ഞാൽ 60,000 രൂപ അടയ്ക്കും. എനിക്ക് 1.30 ലോൺ മതി, അപ്പം തന്നെ ചെയ്യാം. അല്ല, നിങ്ങളുടെ കയ്യിൽ 35 ഉള്ളെങ്കിൽ നിങ്ങൾക്ക് വണ്ടി കിട്ടും. ഒന്ന് ക്ഷമിക്കണം, നാളേക്ക് ആവുള്ളൂ എന്ന് മാത്രമല്ല. ലാൻഡ് ടാക്സിന്റെ കോപ്പിയും വെക്കണം അതിന്. അതിൽ സിബിൽ ഓക്കെ ആണെങ്കിലും അല്ലെങ്കിലും ചെയ്തുതരാം. അതാണ് ഞാൻ പറഞ്ഞത്. കസ്റ്റമർക്ക് വണ്ടി വേണമെങ്കിൽ അവർ റിയലി അത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം വൈകിയാലും ഈ വണ്ടി തന്നെ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അത് ചിലപ്പോൾ ദൂരം നിന്ന് വരുന്നവരുണ്ടാവും. ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാം, റൂമുകളുണ്ട്. 1000 രൂപ പോകട്ടെ, 1000 രൂപ ഞാൻ കുറച്ച് തരാം നിങ്ങൾക്ക് വണ്ടിയുടെ വിലയിൽ. അതാണ് 1000 രൂപ നിങ്ങളൊന്ന് ക്ഷമിക്കി. പലർക്കും ക്ഷമയില്ല, അതാണ് ഉള്ള പ്രശ്നം. എനിക്ക് ഇപ്പം തന്നെ കിട്ടിയാലും ഞാൻ എടുക്കോളോ, അത് എന്നോട് പറഞ്ഞിട്ട് കാര്യം. ഇപ്പൊ തന്നെ ഓടി വന്നാൽ റെഡി ക്യാഷ് വന്നാൽ ഇപ്പൊ തന്നെ കൊണ്ടുപോവാ. ഒരു ദിവസം ക്ഷമിച്ചാൽ ഇതേ വണ്ടി തന്നെ 1000 രൂപ നിങ്ങൾ സ്റ്റേ ചെയ്യണ പൈസ ഞാൻ എൻ്റെ ലാഭത്തിൽ നിന്ന് കുറച്ച് തരാം, നിങ്ങൾക്ക് ഞാൻ വണ്ടി തരും. കോൾ നിങ്ങൾ സംസാരിച്ചു ഞാൻ എപ്പോൾ വേണമെങ്കിലും എടുക്കുക. അത് കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കും. 1 മിനിറ്റ്, 1.5 മിനിറ്റ് കൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. എല്ലാ കാര്യങ്ങളും. അവർ ചിലപ്പോൾ ഫ്രീ ആയിരിക്കും, കഥകൾ പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ടി വരും. ഈ കഥകൾ പറയാനാണ് യൂട്യൂബ് ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത്. ഇത്രയും ഞാൻ പറയാറില്ല യൂട്യൂബിൽ. ഈ കഥകൾ ഇപ്പം ഇവിടെ സംഭവിക്കാം. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഫോണിൽ കൂടെ ചോദിക്കാനുള്ള അത്യാവശ്യ കാര്യങ്ങൾ ഫോണിൽ കൂടെ ചോദിക്കുക. അല്ലാത്തത് ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഞാൻ പറഞ്ഞുതരാം, പ്രിയദർശിനി മോട്ടോർ പാലസ്. അത് പേജിൻ്റെ പേര്. വാട്സപ്പിൽ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ, ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. ഒരു ഹായ് വിടുകയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും അത്യാവശ്യം ബയോഡാറ്റയും വണ്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരാം. അത് അയച്ചാൽ നിങ്ങൾക്ക് അത് നോക്കിയാൽ ഒരുവിധ ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാവും. ഇന്നിന്ന കാര്യങ്ങൾ, ഇന്നിന്ന വണ്ടി. ഈ വണ്ടികളെ ഓരോന്നിൻ്റെയും 10 ഫോട്ടോ വീതം എല്ലാ വണ്ടികളും. ഈ വണ്ടിയുടെ 10 ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അതിൻ്റെ റേറ്റ് കാര്യങ്ങളുണ്ട്. ഇൻസ്റ്റാഗ്രാമിലെ റേറ്റ് ഫിക്സഡ് അല്ല, നെഗോഷ്യബിൾ ആണ്. ആ റേറ്റ് തന്നെയല്ല, അതിൽ നിന്ന് പരമാവധി ഞങ്ങൾ പറ്റുന്ന പോലെയുള്ള വിട്ടുവീഴ്ചകൾ ചെയ്തുതരാം. ബാക്കിയുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് ചോദിക്കുക. ഷോപ്പ് ഞായറാഴ്ചയും തുറക്കും. കാലത്ത് 9 മണി തൊട്ടിട്ട് വൈകിട്ട് 7-7:30 വരെ ഉണ്ടാവും. ഞായറാഴ്ച വന്നാലും ഈ പറഞ്ഞ സ്പോട്ട് ഫിനാൻസ് ചെയ്യാൻ പറ്റും. നോർമൽ ഫിനാൻസ് പിന്നെ പിറ്റേ ദിവസത്തിനാവുള്ളൂ. അതല്ല, നമ്മളിപ്പോൾ ജോലിയും കാര്യങ്ങളൊന്നും മുടക്കിയിട്ട് വരണ്ട. ഞായറാഴ്ച ഷോപ്പ് ഓപ്പൺ ആണ്, ലോണും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെയ്യാന്നാണ് പറയുന്നത്. പിന്നെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ പല സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് കോൾസ് ഒരേ സമയം വരുമ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതാണ് ആൾ പറഞ്ഞത് മുന്നേ. അതായത് അധികം നേരം സംസാരിക്കാൻ പറ്റില്ല, കാരണം വെയിറ്റിംഗിൽ വേറെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ കസ്റ്റമർ വരും. നമ്മൾ തന്നെ ഇപ്പോൾ കസ്റ്റമർ വരുമ്പോൾ പിന്നെ വെച്ചാൽ നമ്മൾ ഫോൺ എടുക്കണില്ല എന്ന് പറയും. ഒന്ന് ക്ഷമിച്ചാൽ മതി, കുറച്ച് കഴിയുമ്പോൾ വിളിക്കും. നമ്മൾ ഒരു കസ്റ്റമർ വരുമ്പോൾ, നിങ്ങളിപ്പോൾ സലാമക്ക് ഇവിടെ വണ്ടി നോക്കാൻ വരുന്നു, ദൂരം നിന്ന് വന്ന് ചെറുതുരുത്തിന്ന് വന്ന് ഈ വണ്ടീനായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ കസ്റ്റമറായിട്ട് ഫോണിൽ കൂടെ സംസാരിച്ചാൽ നിങ്ങളെ ഞാൻ ഇതെങ്ങനെ കച്ചവടം ചെയ്യാം? ഞാൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താലാ നിങ്ങൾ ഈ വണ്ടി മേടിക്കുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയാ, അവിടെ അവർ നോക്കണില്ല, ഞാൻ എന്നെ മൈൻഡ് ചെയ്തില്ല, ഞാൻ യൂട്യൂബ് കണ്ടു വന്നാണ്. അപ്പൊ ഞാൻ എനിക്ക് ആ സമയത്ത് ഇവർ വരുമ്പോൾ എനിക്ക് ഫോൺ റിങ് ചെയ്യണ്ടാവും. എനിക്ക് ഇദ്ദേഹത്തിന് അറ്റൻഡ് ചെയ്താൽ എനിക്ക് ബിസിനസ് എടുക്കുള്ളൂ. ഇദ്ദേഹം എന്നെ വിശ്വസിച്ചിട്ട് എൻ്റെ ഷോറൂമിൽ വന്ന ആളാ, ഇപ്പൊ വന്ന ആളാ. ഞാൻ ഇദ്ദേഹത്തിന് ഡീൽ ചെയ്യേണ്ടത്. ഫ്രീ ആവുന്ന ടൈമിൽ ഞാൻ തിരിച്ചു വിളിക്കും. അത്യാവശ്യമുള്ള കാര്യങ്ങൾ ലൊക്കേഷൻ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. ആ ലൊക്കേഷൻ കാരണം ലൊക്കേഷൻ പ്രിയദർശിനി മോട്ടോർ പാലസ്, കയ്പമംഗലം 3 പീടിക, തൃശ്ശൂർ ജില്ലയിൽ. അതായത് ഇൻ ബിറ്റ്വീൻ ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ, തൃപ്രയാർ, ഇതിനൊക്കെ നടുക്കായിട്ട് വരും പ്രിയദർശിനി മോട്ടോർ പാലസ്. അഥവാ പ്രിയദർശിനി സർവീസ് സെന്റർ എന്ന് അടിച്ചാൽ എക്സാക്ട് ലൊക്കേഷൻ വരും. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ചോദിച്ചാൽ അറിയാം, ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ട്, HP പമ്പ്. ബസ്സിൽ വരാണെങ്കിൽ 3 പീടികയിൽ നിർത്താം. ലിമിറ്റഡ് ആക്കുകയാണെങ്കിൽ 3 പീടികയിൽ നിർത്തും. ലോക്കൽ ബസ്സാണെങ്കിൽ പമ്പിന്റെ ഫ്രണ്ടിൽ നിർത്തും. അവിടെ നിന്ന് ഒരു 100 മീറ്റർ നടക്കേണ്ട ദൂരമുള്ളൂ.
എല്ലാവരും ചോദിച്ചാൽ അറിയാൻ പറ്റും. വരാനുള്ളവർക്ക് കറക്റ്റ് വരാം. ആരോട് ചോദിച്ചാൽ മതി, ഫോണിൽ വിളിച്ചാലും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് കാര്യം എന്നൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ 2 വീലറിലാണ് വന്നത്. അപ്പോൾ എന്തായാലും ഹാഫ് സ്ലീവൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ടാനും കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സാധനം വാങ്ങി കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓണറോട് തന്നെ ചോദിച്ചു, ഇതുപോലൊരു സംഭവം കൂടി, അതായത് ഒരു സ്ലീവാണിത്, നമുക്കൊരു സൺ പ്രൊട്ടക്റ്റ് ആണ്. അപ്പോൾ ഇത് ഷോറൂമിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് വാഹനം എടുക്കാൻ വരുന്നവർക്ക് കൊടുക്കുമെന്ന് വെച്ചപ്പോൾ ഒരു മടിയും പറഞ്ഞില്ല, കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് അത്യാവശ്യം വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചോദിച്ച് മേടിക്കുക, കൊടുക്കില്ലേ? കൊടുക്കാം. നമ്മുടെ വീഡിയോസ് കണ്ടു വരുന്നവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ ഇതുകൂടി ഒന്ന് കൊടുക്കുക. കാരണം ഈ ഒരു സാധനം ഇല്ലാണ്ട് നടക്കില്ല. അപ്പൊ കൊടുക്കുകയാണെങ്കിൽ അതും കൂടി ഒന്ന് ചോദിക്കുക. അത് ചോദിച്ചു മേടിക്കണം കേട്ടോ. കാരണം നമ്മുടെ വീഡിയോസ് കണ്ടു വരുന്നവർക്ക് മാത്രമേ ഈ ഒരു സംഭവം ഉള്ളൂ. അപ്പൊ അതുകൂടി ചോദിച്ചു മേടിക്കുക. എല്ലാ വാഹനങ്ങളും ഓണർ തന്നെ വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. പിന്നെ ഓരോ വണ്ടിയുടെ വിലയും കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം 100-300 വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ അത്രയും വാഹനങ്ങളിൽ ഓരോന്നോരോന്നിട്ട് പറയില്ല. സ്റ്റാർട്ടിംഗ് പ്രൈസും അതുപോലെ തന്നെ ലോണും കാര്യങ്ങളൊക്കെ എത്ര വീഴുന്നുള്ളൂ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്നത്തേയും പോലെ ഉഷാറായിട്ട് തന്നെ അവസ്ഥ. ബുള്ളറ്റുകളെ നിര റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് 350 BS4 അഥവാ BS6 കിക്ക് സ്റ്റാർട്ട് മോഡലാണ്. എല്ലാ വണ്ടികളും സിംഗിൾ ഓണറാണ്. ലോ കിലോമീറ്റർ ആണുള്ളത്. പിന്നെ പ്രത്യേകിച്ച് പറയാം, BS4 വണ്ടികൾ കഴിഞ്ഞു. BS6 വണ്ടികളുടെ കാലഘട്ടമാണ്. എല്ലാം സെൻസർ ടൈപ്പാണ്. ആ BS4 വണ്ടികളുടെ വളരെ ലിമിറ്റഡ് വണ്ടികളാ ഉള്ളൂ. ഈ മാസം, അതായത് ഫെബ്രുവരി പകുതിയായിപ്പോൾ അടുത്ത മാസം മാർച്ച് കുറേ ഞങ്ങൾ വണ്ടികൾ സ്റ്റോക്ക് കുറയ്ക്കുകയാണെന്നുപരി വണ്ടികൾ കിട്ടാനില്ല. പ്രത്യേകം പറയണേ, ഹൈ ക്വാളിറ്റി വണ്ടികൾ, ഇതേപോലത്തെ വണ്ടികൾ കിട്ടാനില്ല. വളരെ ബുദ്ധിമുട്ടായിരിക്കും വണ്ടികൾ കിട്ടാൻ. മുമ്പൊക്കെ നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടായാൽ മതി, ആവശ്യത്തിലധികം വണ്ടികൾ കിട്ടുമായിരുന്നു. ഇപ്പം അത്രയും സെലക്റ്റഡ് വണ്ടികൾ കിട്ടണില്ല. കാരണം പ്രത്യേകിച്ച് BS4 വണ്ടികൾ, BS6 സെൻസർ ടൈപ്പ് കസ്റ്റമർക്ക് ഇപ്പോഴും പേടിയാണ് എടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലത്തെ വണ്ടികൾ, ഷോറൂം കണ്ടീഷനുള്ള വണ്ടികൾ കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഇതിന് കൂടുതൽ വണ്ടികളുണ്ടായി. ഇപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം ഒന്നും വല്ലാണ്ട് വണ്ടി പർച്ചേസിന് വേണ്ടി കിട്ടിയിട്ടില്ല. അപ്പോൾ വളരെ ചുരുക്കം വണ്ടികളുള്ളൂ. വീഡിയോ കണ്ടിട്ട് ആദ്യം വരുന്നവർക്ക് വണ്ടികൾ കിട്ടും, അല്ലാത്തവർക്ക് വണ്ടികൾ കുറയും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതേ വണ്ടികൾ ഉണ്ടാവില്ല. വണ്ടികൾ ഉണ്ടെങ്കിൽ തരും. അത്ര എനിക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറയാൻ പറ്റുള്ളൂ. നല്ല ടോപ്പ് കണ്ടീഷൻ വണ്ടിയാണ്. 2018, 19, 20, 21, 22 മോഡൽ വണ്ടികളുണ്ട്. ഈ വണ്ടികൾക്ക് നോർമൽ ഫിനാൻസ് ആണെങ്കിൽ 30,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇപ്പോഴത്തെ സ്റ്റാർട്ടിങ് വരും. കഴിഞ്ഞ ന്യൂ ഇയർ ഓഫറിലൊക്കെ 20-25 കിട്ടിയിരുന്നു. അതിപ്പോൾ 30 to 35 വരെ ആയിട്ടുണ്ട്. ഡിപ്പെൻസ് അപ്പോൺ കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങൾക്ക് ലോൺ എലിജിബിലിറ്റി തുടങ്ങും. ഏകദേശം ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റ് അടയ്ക്കണമെങ്കിൽ ഈ കാണുന്ന ബുള്ളറ്റുകൾ സ്വന്തമാക്കാം. എല്ലാ വണ്ടികളും നല്ല ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കൈകൊണ്ട് അടിച്ചാൽ സ്റ്റാർട്ടാവും. അത്ര കണ്ടീഷനാണ്. അത്ര കണ്ടീഷൻ കണ്ടോ. എല്ലാ വണ്ടികളും നല്ല ഷോറൂം കണ്ടീഷൻ വണ്ടികളാണ്. ഫുൾ പെർഫെക്റ്റ് ആയിരിക്കും. യാതൊരു കണ്ടീഷൻ കുറവില്ല. ഇപ്പം ഞാൻ പറഞ്ഞു കൈകൊണ്ട് അടിച്ചാൽ സ്റ്റാർട്ടാവും. കൈകൊണ്ട് അടിച്ചാൽ കാണിച്ചു തരാം. നോക്കിക്കോട്ടാ. കൈകൊണ്ട് അടിച്ചാൽ സ്റ്റാർട്ടാന്ന് പറഞ്ഞാൽ കൈകൊണ്ട് അടിച്ചാൽ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞത്. വാക്ക് കൊണ്ട് മാത്രം പറയണല്ല, പ്രവൃത്തിയിലും അതുണ്ടാവും. അത്ര കണ്ടീഷനാണ് ഈ വണ്ടികൾ. ഫുൾ പെർഫെക്റ്റ് വണ്ടികൾ, ഫുൾ മെയിൻ്റെനൻസും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. ധൈര്യമായിട്ട് കൊണ്ടുപോകാം. ഇതൊക്കെ നോക്കണമെങ്കിൽ 31,000 കിലോമീറ്റർ, ഇതൊക്കെ 23,000 കിലോമീറ്റർ. ഷോർട്ട് ഹാൻഡിൽ കാര്യങ്ങൾ കസ്റ്റമറുടെ ആഗ്രഹം അനുസരിച്ച് ഫുള്ള് നിങ്ങളുടെ ഏതായ ടേസ്റ്റിൽ ഞങ്ങൾ ചെയ്തായിരിക്കും. ഫാൻസി നമ്പർ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. നോക്കി കഴിഞ്ഞാൽ കാണാം. 3232 7131 എല്ലാ വണ്ടികളും. എല്ലാം ഫാൻസി നമ്പറുള്ളതല്ല എങ്കിലും ഫാൻസി നമ്പറുള്ള വണ്ടികൾ, സിംഗിൾ ഓണർ, നല്ല പെർഫെക്റ്റ് ഷോറൂം കണ്ടീഷൻ വണ്ടികളുണ്ട്. എല്ലാ വണ്ടികളും ധൈര്യമായിട്ട് മേടിക്കുക. ബുള്ളറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ വികാരവും ആഗ്രഹവും രോമാഞ്ചം തന്നെയാണ്. അതിൻ്റേതായ വണ്ടികൾ, നല്ല പെർഫെക്റ്റ് വണ്ടികൾ, എല്ലാ വണ്ടികളും. ഇവിടുത്തെ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കണ്ട. ഒറ്റടിക്ക് എല്ലാ വണ്ടി സ്റ്റാർട്ടിങ് ആയിരിക്കും. അത്രയും ബ്രാൻഡ് കണ്ടീഷൻ ഉണ്ടാവും. ഫുൾ കണ്ടീഷൻ വണ്ടികൾ ഒരു അലച്ചിലും പിടിച്ചിലും ഉണ്ടാവില്ല. അത്രയും പെർഫെക്റ്റ് വണ്ടികൾ. അതുകൊണ്ട് ഞാൻ പറയണത് ലിമിറ്റഡ് സ്റ്റോക്സുള്ളോ ആദ്യമായിരിക്കും വരും, അവർക്ക് വണ്ടി കിട്ടും. ഒന്നും നോക്കാനില്ല. ഫുൾ പെർഫെക്റ്റ്. എല്ലായിടത്തെ രജിസ്ട്രേഷൻ ഉണ്ട്. ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷൻ, തൃശ്ശൂർ, തൊടുപുഴ. ഇതൊക്കെ എടുത്ത് പറഞ്ഞാൽ ഇപ്പം തൊടുപുഴത്തെ ആളെടുക്കണമെങ്കിൽ തൊടുപുഴ വണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടാവും. തൃശ്ശൂരത്തെ ആൾക്കാർക്ക് കൂടുതൽ തൃശ്ശൂരായിരിക്കും ഇഷ്ടമുണ്ടാവുക. എന്ന് പറഞ്ഞ പോലെ എല്ലായിടത്തെ രജിസ്ട്രേഷൻ ഗുരുവായൂരുണ്ട്, കായംകുളമുണ്ട്, പെരുമ്പാവൂരുണ്ട്, കൊടുങ്ങല്ലൂർ, തൃപ്പൂണിത്തുറ, ആലുവ, പത്തനംതിട്ട, ആലുവ, കൊല്ലം, അത് KL-17 മൂവാറ്റുപുഴ, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം. അതായത് എവിടുത്തെ കസ്റ്റമറിന് വരാം. ഓൾ കേരള ലോൺ ഞാൻ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. എല്ലാ വണ്ടികളും എംബ്ലം കാര്യങ്ങളും എല്ലാം റീപ്ലേസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ റീപ്ലേസ് ചെയ്ത്, കേബിൾ ടൈറ്റ് ഉണ്ടായി കേബിൾ ടൈറ്റ് മാറ്റി, എല്ലാം ഹാൻഡ് ഗ്രിപ്പ് വിത്ത് സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി, പൊല്യൂഷൻ, ഫുൾ കവർ ഇൻഷുറൻസ്, എല്ലാ ഡോക്യുമെൻസും ക്ലിയർ ആണ്. എല്ലാ വണ്ടികളും ഈ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മളെ ബജാജിൻ്റെ CT 125X ആണ് പുതിയ മോഡൽ. ഏകദേശം ഒരു 80-85 കിലോമീറ്റർ മൈലേജ് കുറയാണ്ട് ഉണ്ടാവും.
ഈ വണ്ടിയൊക്കെ നമുക്കൊരു 79 രൂപ റേഞ്ചിന് ചെയ്തു തരാം. പുതിയത് 1.15 വില വരുന്നതാണ്. 22 ലാസ്റ്റ് വണ്ടിയാണ്. 20,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നിങ്ങൾക്ക് ലോൺ ചെയ്യാം. പൾസർ 150 2019-20 മോഡൽ വണ്ടിയാണ്. ഏകദേശം 25 രൂപ ഡൗൺ പേയ്മെന്റ് അടിച്ച്. ജാവ സ്പെഷ്യൽ എഡിഷൻ 16,000 കിലോമീറ്റർ ജാവ സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ്. ഇതൊക്കെ നമുക്കൊരു 30 രൂപ ഡൗൺ പേയ്മെന്റ് അടിച്ചാൽ ലോൺ ചെയ്യും. ബെനലി 400 ഇമ്പീരിയൽ ഈ വണ്ടിയൊക്കെ നമുക്ക് ഏകദേശം 45 രൂപ ഡൗൺ പേയ്മെന്റ് അടിച്ചാൽ മതി. 2.15 വണ്ടി വില. ജാവയുടെ വില വന്നിട്ട് 1.78. പൾസറിന്റെ വില വന്നിട്ട് 89 രൂപ. ഈ ഭാഗത്ത് വരുന്നത് റോയൽ എൻഫീൽഡിന്റെ ES 350 ആണ്. 2021, 22, 23 മോഡൽ വണ്ടി. ഈ വണ്ടിയൊക്കെ നമുക്ക് 1.95 പ്രൈസ് റേഞ്ച് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. BS6ന്റെ ലാസ്റ്റ് K സീരീസ് എഞ്ചിനാണ്. സെൻസർ ടൈപ്പ് അല്ല, K സീരീസ് വിത്ത് കിക്കറോട് കൂടിയിട്ടുള്ള വണ്ടി സ്റ്റാർട്ടിങ് വരുന്നത്. കിക്കറും അതേസമയം സെൽഫ് സ്റ്റാർട്ടുള്ള നല്ല പെർഫെക്റ്റ് ഷോറൂം കണ്ടീഷൻ ഉണ്ട്. ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷൻ ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. ഒന്നും നോക്കാനില്ല. ഏകദേശം 35 to 40 രൂപ ഡൗൺ പേയ്മെന്റ് അടയ്ക്കാൻ ഈ വണ്ടി സ്വന്തമാക്കാം. ഹണ്ടർ 350 2024 വണ്ടിയാണ്. ഈ വണ്ടിയൊക്കെ നമുക്ക് ഒരു 1.95 റേഞ്ചിന് ചെയ്തുതരാം. ഏകദേശം 40 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ. സ്പോർട്ട് ഫിനാൻസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു 60 രൂപ അല്ലെങ്കിൽ ഒരു 70 രൂപ ഡൗൺ പേയ്മെന്റ് അടയ്ക്കുകയാണെങ്കിൽ ഗ്യാരണ്ടർ വേണ്ട, ചെക്ക് ലീഫ് വേണ്ട, വെരിഫിക്കേഷൻ ഇല്ല, ഒന്നുമില്ല. സിബിൽ മാത്രം വയ്ക്കാവാ. ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, പാൻ കാർഡ് ഉണ്ടെങ്കിൽ അത് ഒരു ഫോട്ടോ ആയിട്ട് വന്നാൽ അരമണിക്കൂർ കൊണ്ട് കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന കസ്റ്റമർ ആയാലും ശരി, ലോങ്ങിൽ നിന്ന് വന്ന കസ്റ്റമർ ആയാലും ശരി, അരമണിക്കൂർ കൊണ്ട് ഈ വണ്ടി ഇറക്കി തരും. 70 രൂപ അടയ്ക്കാൻ പറ്റുമെങ്കിൽ. അല്ല 40 ഉള്ളെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് വണ്ടി ഡെലിവറി ചെയ്യാം. ഈ ഭാഗത്ത് വരുന്നത് മെറ്റിയോർ ആണ്. 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഏകദേശം 2.15 റേഞ്ച് വരും. 45 രൂപ ഡൗൺ പേയ്മെന്റ്. തണ്ടർബേർഡ് 350 2019 വണ്ടി. ഈ വണ്ടിയൊക്കെ നമുക്ക് ഒരു 1.48 റേഞ്ചിന് ചെയ്തു തരാം. വെറും 30 രൂപ ഡൗൺ പേയ്മെന്റ്. 22,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഡുവൽ ഡിസ്ക് ക്ലാസിക് 350യുടെ വരിയാണ് വരുന്നത്. എല്ലാം BS4 ആണ് റെഡിയിൽ സ്റ്റോക്ക് ഉള്ളത്. 2018, 19, 20, 21 വരെയുള്ള വണ്ടികളുണ്ട്. BS6 വണ്ടികളും BS4 വണ്ടികളും. ഈ വണ്ടികൾക്ക് ഒരു 30-35 രൂപ ഡൗൺ പേയ്മെന്റ് അടയ്ക്കാൻ ക്ലാസിക് സ്വന്തമാക്കും. എല്ലാ വണ്ടികളും ലോ കിലോമീറ്റർ ആണ്. ഹൈ ക്വാളിറ്റി വണ്ടികളാണ്. ഏകദേശം 20-25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇനി ഇപ്പോഴത്തെ വീഡിയോയിൽ ഈ വണ്ടികളുള്ളത്. തുടർന്നുള്ള വീഡിയോയിലും അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വരുമെങ്കിലും വണ്ടികളുടെ സ്റ്റോക്ക് കൂടും. ആ അപ്ഡേഷൻ അറിയണമെങ്കിൽ പേജ് ഫോളോ ചെയ്യണം. പ്രിയദർശിനി മോട്ടോർ പാലസ്. സലാംകട ചാനലിൽ മോട്ടോർ വേൾഡും പ്രിയദർശിനി മോട്ടോർ പാലസും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ അപ്ഡേഷൻ കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും. ചാനൽ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എല്ലാ വണ്ടികളും ഇപ്പോൾ ഇതിലുള്ളത് ബുള്ളറ്റിൻ്റെ റോയൽ എൻഫീൽഡ് വരുന്നത് സ്റ്റാൻഡേർഡ് ഉണ്ട്, ക്ലാസിക് ഉണ്ട്, തണ്ടർബേർഡ് ഉണ്ട്, മെറ്റിയോർ ഉണ്ട്, ഹണ്ടർ ഉണ്ട്, പിന്നെ ഏതാ സ്റ്റാൻഡേർഡിൽ തന്നെ സെൽഫുള്ള ES ഉണ്ട്, എലക്ട്ര ഉണ്ട്. ബുള്ളറ്റിൻ്റെ എല്ലാ വരികളും എല്ലാം 350 ഉള്ളൂ. 650, 500 ഒന്നുമില്ല. മൈലേജ് ഉള്ള സെഗ്മെന്റ്, അതായത് വിജയിച്ച വണ്ടികൾ. സത്യത്തിൽ 350 വണ്ടികളാണ് ഇപ്പോൾ റെഡിയിൽ സ്റ്റോക്ക് ഉള്ളത്. അത്യാവശ്യം ബുള്ളറ്റ് മേടിക്കുമ്പോൾ 650 കാര്യങ്ങൾ എടുക്കണോണ്ട് ആഗ്രഹക്കുറഞ്ഞ് തെറ്റൊന്നുമില്ല. അതിന് അതിൻ്റെതായ മൈലേജ് ഷോട്ട് വരും. ഇത് കൊണ്ടുവന്നാലും മുതലാവണമല്ലോ, മേടിച്ചാൽ മാത്രം പോരാ. അപ്പോൾ അത്യാവശ്യം മൈലേജും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് 350 ആണ് നമ്മൾ സെലക്റ്റഡ് വണ്ടികൾ മാത്രമുള്ള ധൈര്യമായിട്ട് വരാം.